പുരാണങ്ങൾ വേറെയാണ്, വേദങ്ങൾ വേറെയാണ്. ഐതിഹ്യങ്ങൾ വേറെയാണ്, പുരാണങ്ങൾ വേറെയാണ്. പുരാണം വേറെയാണ്, ഐതിഹ്യം വേറെയാണ്, വേദങ്ങൾ വേറെയാണ്. എന്നാൽ ഈ വേദങ്ങൾക്കും ഈ പുരാണങ്ങളുടെ സ്ഥാനമേ ഉള്ളൂ, അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ ഞാൻ പുരാണം എന്ന് പറഞ്ഞതാണ്. ഹിന്ദു മതത്തിൽ പുരാണം വേറെയുണ്ട്, ഐതിഹ്യം വേറെയുണ്ട്. ഇപ്പം ഉദാഹരണം ഭവിഷ്യൽ പുരാണം. ഹിന്ദു മതത്തിലുള്ള മുഴുവൻ തെറ്റാന്ന് പറയാൻ പറ്റൂല. ഭവിഷ്യൽ പുരാണം അത് പുരാണത്തിൽപ്പെട്ട, വേദത്തിൽപ്പെട്ടതല്ല. ഭവിഷ്യൽ പുരാണം ഏത് ആൾ നോക്കിയാലും ഭാവിയിൽ 5000 കൊല്ലം മുന്നേ പഴക്കുള്ളതാണ് ഗ്രന്ഥം. ഭാവിയിൽ അറേബ്യയിൽ മുഹമ്മദ് നബി വരും, ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, ഞാനെങ്ങാനും അന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് കഴുകുമായിരുന്നു എന്ന് വളരെ വ്യക്തമായ പ്രവചനം കാണാൻ കഴിയും ഭവിഷ്യൽ പുരാണത്തിൽ. ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യൽ പുരാണം ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിച്ചതാണ്. അത് എങ്ങനെയോ പഴയകാല ഇബ്രാഹിം നബിൻ്റെ ഏടുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഏടുകളുണ്ട്. ഈ ഏടുകളുടെ പകുതിയൊക്കെ ഇവിടുന്ന് കിട്ടി, അതിന് കോപ്പി അടിച്ചിട്ട് അഭിനയിച്ച് പറയണം. അതാണ് അത് പൊത്തുവരാൻ കാരണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാത്തിനും കൂടി പുരാണം എന്ന് പറഞ്ഞതാണ്. വാസ്തവത്തിൽ പുരാണം വേറെയാണ്, വേദം വേറെയാണ് ഹിന്ദു മതത്തിൽ. അതെ 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 അതാണ് ഈ ഇബ്രാഹിം നബിൻ്റെ ഏടുകളായിരിക്കാം ഇതിൻ്റെ അടിസ്ഥാനം. ഇബ്രാഹിം നബിക്ക് ഒരുപാട് ഏടുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഏടുകളായിരിക്കാം ഇതിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദുൽകിഫിൽ നബിക്കും കുറേ ഏടുകൾ കൊടുത്തിട്ടുണ്ടാകാം, ആ ഏടുകൾ ആയിരിക്കാം ഇതിൻ്റെ അടിസ്ഥാനം. പക്ഷേ അതിങ്ങനെ ശരിക്ക് അന്നത്തെ കാലത്ത് എഴുത്തും റിക്കാർഡും ശരിക്കും ഇന്നത്തെ മാതിരി അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പകർത്തിയപ്പോൾ അവിടെ യുദ്ധം ഉണ്ടായപ്പോൾ ഇവിടെ യുദ്ധം ഉണ്ടായപ്പോൾ അതിൽ മാറ്റത്തിരുത്തുകൾ വന്നിട്ടുണ്ടായേക്കാം. ഈ വേദങ്ങളുടെ അടിസ്ഥാനം ഈ ഏടുകളായേക്കാം എന്നാ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞു അതിന് തെളിവില്ല. അവർ കയറിപ്പോയി അവിടെ എല്ലാ സ്ഥാനം പുറത്തോട്ട് വന്നത്. അപ്പൊ ക്രിയേഷൻ പ്രവാചകനാണെന്നുള്ളതിന് വല്ല തെളിവും യാതൊരു തെളിവും ഇല്ല. അവർ ഈ പ്രവാചകന്മാരുടെ കണ്ണികൊന്ന് വലുതാക്കുക, ദായറൊന്ന് വലുതാക്കുക, ഇനിയും വരാ, ഒരാൾ കൂടി കൂടണമല്ലോ. അപ്പോൾ പ്രവാചകന്മാരുടെ ഇനിയും വരാ, മുമ്പും പലരും വന്നിട്ടുണ്ട്. നടക്കാണ്ട് ഗാന്ധിൻ്റെ ഒരു പ്രവാചകനാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ അച്യുതാനന്ദനൊരു പ്രവാചകനാണെന്നതിന് അവർക്ക് അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നേതാക്കളൊക്കെ പ്രവാചകന്മാരാക്കണ ശൈലി. കാരണം തെളിവൊന്നും വേണ്ടല്ലോ. ഇവിടെ ബാംഗ്ലൂർ വെച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചർച്ച ചെയ്യലുണ്ട്. ബാംഗ്ലൂർ വെച്ച് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു, ഗാന്ധിയാനികൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ മറുപടി പറയേണ്ടി എന്നതിന് മറുപടി പറഞ്ഞു കൊടുത്തേന്. അപ്പോൾ ഇതിൽ കൊടുത്തൊരു മറുപടി ഒരു സക്കാഫി ഉപയോഗപ്പെടുത്തി. ബാംഗ്ലൂർ വെച്ച് ഒരു കാദിയാനി മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുക, മീർജാ ഗുലാം പ്രവാചകനാണ് എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റയാൾ ഒരുപാട് മറുപടി പറയണം. അതിനൊക്കെ ഇയാൾ മറുപടി പറയണം. ഇത് സംസാരം അവസാനിക്കണില്ല. അപ്പോൾ അവിടെ ഒരു സക്കാഫി ഉണ്ട്. സക്കാഫി എന്ത് ചെയ്തു, അവിടുന്നാണ് പോയിക്കാണ്ട് നല്ല തുണിയും കൊപ്പായിട്ടിക്കാണ്ട് ഒരു ശാലൊക്കെ എടുത്തിട്ട് വന്നിക്കാണ്ട് ഈ ഗാദിയോട് ഞാനൊരു പ്രവാചകനാണ്, അയാളാണ് പ്രവാചകൻ. അപ്പോൾ പിന്നെ എന്താ തെളിവ് എന്ന് ആര് ചോദിച്ച്, നിങ്ങൾ കാദിയാനി പ്രവാചകനാണെന്നുണ്ടെങ്കിൽ എന്താ തെളിവ്? അതന്നെ തെളിവ്. അതിൽ കാദിയാനി കൂടി ഒരു മുട്ടണല്ലോ. ചെറുകൊണ്ടൂർ നമ്മുടെ ഡാക്ടറെ നാട്ടിൽ ജമാഅത്തേരുണ്ട് കുറച്ച്. അപ്പോൾ പള്ളിക്കൊന്ന് മൗലൂദ് ഓതിയാണ്. അപ്പോൾ ആ ജമാഅത്തേരെ ചെന്നിക്കാണ്ട് പറഞ്ഞു, ഉസ്താദെ ഈ പള്ളിയിൽ പലരും നിസ്കരിക്കാൻ വരും, ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വരും, അതുകൊണ്ട് നമ്മൾ മൗലൂദ് പള്ളിയേക്കാണ് മാറ്റുക, മദ്രസക്ക് മാറ്റുക. പള്ളിക്കൊന്ന് മൗലൂദ് വേണ്ട, നമ്മൾ മദ്രസന്ന് ആക്കാം മൗലൂദ്. ഏതായാലും മൗലൂദ് നബിൻ്റെ കാലത്തൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മദ്രസക്ക് ആക്കുക. നബിൻ്റെ കാലത്ത് മൗലൂദ് ഇല്ലാത്തതുകൊണ്ട് അത് മദ്രസക്ക് നീക്കുക എന്ന് ജമാഅത്തുകാരൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, നബിൻ്റെ കാലത്ത് മുനാരമല്ലല്ലോ പള്ളിക്ക്, എന്നാൽ ഈ മുനാര മദ്രസമ്മ കൊണ്ടുപോയി വെക്കുക. നബിൻ്റെ കാലത്ത് ഹൗലും ഇല്ലല്ലോ. ഇവിടെ ശരിക്കും നമ്മളവിടുത്തെ മാതിരി ഹൗലുണ്ടോ? ഹൗലും ഇല്ല.
എന്നാൽ അതും തന്നെ ഈ ഹൗദ് നിങ്ങൾ മദ്രസിൻ്റെ കൊണ്ടേ വെച്ചോളി, ഹൗദ് മുനാരോ ഒക്കെ പള്ളി. അതായത് ഒറ്റടിക്ക് തട്ടുത്തരം പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കരുത്, പിന്നെ നിങ്ങൾ വിശദീകരിച്ച് കൊടുത്താൽ മതി. ആദ്യം നിങ്ങൾ വിശദീകരിച്ചാൽ അത് ശരിയാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും തട്ടുത്തരം പറയണം എന്നാ പറച്ചിൽ. അപ്പം അതേമാതിരി ഒരുപാട് 300 ജില്ലാനം പ്രസ്താവന ഉണ്ട്. ലാ നബി ജബാരി, അത് സ്വന്തം ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. എനിക്ക് ശേഷം പ്രവാചകത്വം ഉണ്ടാകൂല, നബി വരൂല എന്ന് 300 ജില്ലാനം പ്രസ്താവന, നബിൻ്റെ പ്രസ്താവന എന്നും ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ശേഷം ഒരു നബി വരൂല, ഞാൻ അവസാനത്തെ നബിയാന്ന് നബി പറഞ്ഞതായിട്ട് ഒരു 300 പ്രസ്താവനയെങ്കിലും കാണും. അതെ, ഇല്ല, അതൊരു ചോദ്യമാണ്. അതിന് മറുപടി ഇന്ന് മാത്രം പറഞ്ഞാൽ പറ്റൂല. ഈ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊടുത്തയക്കുക, നബിനെ അയക്കുക എന്നുള്ള പ്രശ്നമല്ല. മുമ്പുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അതിന് ഇല്ല, നേരത്തെ പറഞ്ഞു, മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അടിയാധാരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒരു പ്രവാചകനെ അയക്കേണ്ടി വന്നു. ഇത് മുഹമ്മദ് നബി കൊണ്ടുവന്ന ആധാരം നഷ്ടപ്പെട്ടു പോകാത്തത് കൊണ്ട് ഈ ഒരു പ്രവാചകനെ അയക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇനി പ്രവാചകന്മാർ വേണ്ട. മുഹമ്മദ് നബി കൊണ്ടുവന്ന ആശയം എന്താന്ന് സർവതന്ത്ര സ്വതന്ത്രരായി നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. മറ്റു പ്രവാചകന്മാർക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് അവല്ലാത്ത കാലത്തൊക്കെ നബി വരേണ്ടി വന്നു, ഇനി ഒരു നബി വരേണ്ടവില്ല. അതാണ് അതിൻ്റെ വ്യക്തമായ മറുപടി. ഇത് വളരെ വിശദീകരിക്കലൊക്കെ ആവശ്യമാണ്. അപ്പോൾ ലാ നബി ജബാദി, ലാ നബി ജബാദി, ഇങ്ങൾക്കൊക്കെ തിരിയല്ലപ്പോൾ ഇതിൻ്റെ അർത്ഥം. ഇനി ഒരു നബില്ല, നബില്ല, 300 പ്രസ്താവന, ഏതിനും അർത്ഥം മാറ്റും ഇവർ. ഏത് ഹദീസാണ് കൊടുത്താൽ, ഈ 300 ഹദീസ് കൊടുത്താലും അതിന് നബി പല അസാമാക്കും. ഒരു നിയൽ നബി, മറ്റേ നബി, അവസാനം ഒരു മൊയരി വെച്ചു. എങ്ങനെ പറഞ്ഞാലും വലിയ അർത്ഥം മാറ്റുക. അപ്പോൾ ഒരു മൊയരി വെച്ചു, ഇനി ഒരു നബി വരൂലെന്ന് എങ്ങനെയാണ് പറയാങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ 300 പ്രസ്താവനയ്ക്ക് പോലെ അർത്ഥം മാറ്റാ കാദ്യാനികൾ. അപ്പൊ പിന്നെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ഇതിന്റെ ശേഷം ഒരു നബി വരൂലെന്ന് എങ്ങനെയാ അറബിയിൽ പറയലുകൾ, അതിന് കരിമത്ത് കൊടുന്നാടിയാണ് അവിടെ ഒരു മുട്ടിയായി. അല്ലാതെ ഇവരെ മുട്ടിച്ചാൻ കഴിയൂല. എങ്ങനെ പറഞ്ഞാലും അർത്ഥം മാറ്റുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു പദം കിട്ടേണ്ടത്. അപ്പൊ ചുരുക്കത്തില് നമ്മൾ വന്നത് എന്തേ ചോദ്യം, അവിടെ നിന്ന് എന്തേ ചോദിച്ചേ? അവര് വാദം ഇങ്ങനെ പ്രവാചകന്മാരുടെ കണ്ണി വലുതാക്കിയിട്ട് ഗാന്ധി അലൈഹിസ്സലാം, അതുപോലെ തന്നെ നെഹ്റു അലൈഹിസ്സലാം, ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം, ഇങ്ങനെ കുറേ ആളുകളെ ഒക്കെ അവർ നബിയായി കൂട്ടുന്നുണ്ട്. അവർ നബിക്ക് എന്തോ വേറെ അർത്ഥം വെക്കുക. ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് ശ്രീകൃഷ്ണൻ നബിയാണോ അല്ലേ, നബിയാണെന്ന് തെളിയാത്തത് കൊണ്ട് നബിയാണെന്ന് നമ്മൾ വാദിക്കുന്നില്ല, അല്ലൊന്നും പറയുന്നില്ല. ശ്രീകൃഷ്ണൻ നബിയാണോ അല്ലേ എന്ന് ചോദിച്ചു അലൈഹിസ്സലാം നമ്മൾ പറയുകയാണെങ്കിൽ നബിയാണെന്ന് സ്ഥിരപ്പെടണം. അത് വ്യക്തമായ രേഖകളെ കൊണ്ട് ശ്രീകൃഷ്ണൻ നബിയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നബിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അയക്കാം കൂടി പറഞ്ഞു നിർത്താം. കേസിന് പോയി. അപ്പോൾ കോടതിയിൽ കുറച്ച് നേരത്തെ തന്നെ ചെന്നിരുന്ന് അപ്പോൾ എടുത്ത് വേറൊരാളിരുന്ന് അപ്പോൾ നോക്കുമ്പോൾ ജഡ്ജി വന്നിട്ടില്ല, സമയം ഇനിയും കുറേ ഉണ്ടാവും. അയാൾ ഞാൻ സംസാരിച്ച് അത് ചോദിച്ചു, നിങ്ങളെ നാട്? ഞാൻ പറഞ്ഞു കോഴിക്കോടാണ്. നിങ്ങളെവിടെ? ഞാൻ ഇവിടെ തന്നെയാണ്. നിങ്ങളെ പേരെന്ത്? ഞാൻ പറഞ്ഞതിൻ്റെ പേര് ഇസ്മായിൽ. അപ്പോൾ അയാൾ ചേട്ടനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ മുസ്ലിമാണല്ലേ? ഓ മുസ്ലിമാണ്. ഓ ഞങ്ങളുടെ നാട്ടിലുണ്ട് കുറച്ചൊക്കെ മുസ്ലിങ്ങൾ, പിന്നെ നിങ്ങളും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമല്ല, ഒക്കെ ഏകദേശം ഒന്ന് തന്നെ, പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ കുറേ മതവ് പറഞ്ഞിട്ട് അവസാനം ചെറിയൊരു വെപ്പ്. വളവന്മാരല്ല, ആ ഭാഗത്തുള്ളവർ വലിയ വളവന്മാരാണ്. അയാൾ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഈ ബഹുഭാര്യത്തെ എന്തായാലും ഒഴിവാക്കണം, എല്ലാം തിരക്കടില്ല എന്ന് പറഞ്ഞിക്കാണ്ട് ബഹുഭാര്യത്തെ നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം, അത് ശരിയില്ല എന്ന് അവസാനം ഒരു വെപ്പ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നമ്മൾ വെച്ചതാണ്. ഇതിന് മറുപടി പറയും വേണം, അതിൻ്റെ പുറമെ ഇയാൾ തിരിച്ചടിയും കൊടുക്കണം. മറുപടി പറഞ്ഞാൽ പോരാ, തിരിച്ചടിയും കൊടുക്കണം. അയാൾ ഒപ്പാളെ വെച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചേട്ടനാണ്, നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടോ അതോ വെറും അങ്ങനെ നാളെ? അല്ല, ഞാൻ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടോ. ഓ നിങ്ങളെ മൂസാ നബിൻ്റെ അതുപോലെ ഈസാ നബിൻ്റെ ഒക്കെ പ്രവാചകന്മാരുടെ പിതാവ് ആയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പിതാവുമ്മാൻ്റെ അല്ലെങ്കിൽ വാപ്പാൻ്റെ ഇബ്രാഹിം നബി, അബ്രഹാം പ്രവാചകനെ അറിയോ? അത് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ അബ്രഹാം പ്രവാചകനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഓ അറിയുമെന്ന് പറഞ്ഞു. പുള്ളിനെ പറ്റി നന്നായി പഠിച്ചിട്ടുണ്ട്. ഇവരുടെ ഭാഷ അങ്ങനെ പുള്ളി എന്നുള്ള പറയും. മുഹമ്മദ് നബിനെ പറ്റി പറയും പുള്ളി നല്ല ആളാണ് പറയും നബിനെ പറ്റി. രാജ്യവിടെ എനിക്കറിയില്ല, ഏതോ ആട്ടെ. പുള്ളിനെ പറ്റി ഞാൻ പറഞ്ഞ നിങ്ങളെ നേതാവല്ല അയാൾ ഇബ്രാഹിം നബി? ഓ നേതാവാണ്. അയാൾക്ക് 2 ഭാര്യമാരില്ലായിരുന്നില്ലേ? 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരിൽ 1 ഭാര്യമാരില്ലായിരുന്നു. 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 2 ഭാര്യമാരിൽ 1 ഭാര്യമാരില്ലായിരുന്നു.
ഇബ്രാഹിം നബിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ നേതാവിന് 2 ഭാര്യ ഉണ്ട്, നിങ്ങളെ നേതാവ് ബഹുഭാര്യത്വം അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് ബഹുഭാര്യത്വം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഈ ക്രിസ്തു മതത്തിൽ നിങ്ങളെ വിശ്വാസം പൂർണ്ണമല്ലല്ലോ. അവരുടെ നേതാവിന് 2 ഭാര്യ. ബഹുഭാര്യത്വം വലിയ തെറ്റ് എന്തായാലും ഒഴിവാക്കണം. നിങ്ങളെ ക്രിസ്തു മതത്തിലുള്ള വിശ്വാസം തന്നെ ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞേ, അല്ല അവരൊക്കെ പിന്നെ നീതി പാലിച്ചിരുന്നു, നീതി പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞു. അതന്നെ ഇസ്ലാമിലുള്ളത്. നീതി പുലർത്തുന്നവർക്ക് ഒന്നിലധികം ഭാര്യമാരാകാം, നീതി പുലർത്താത്തവർക്ക് പറ്റുന്ന ഇസ്ലാമിലില്ല. പിന്നെ ആരെങ്കിലും ബഹുഭാര്യത്വം സ്വീകരിച്ചവർ നീതി പുലർത്തുന്നില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ തെറ്റാണ്. ക്രിസ്തു മതത്തിൽ കളവ് പാടില്ല.